രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഫോസിസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.7% ഉയർന്ന് 1495 ക്ലോസിംഗ് നൽകി. 6.20 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.41, ഡിവിഡൻഡ് ഈൽഡ് 2.37%. 52 വീക്ക് ഹൈ 1733, 52 വീക്ക് ലോ 1185. ഇൻഫോസിസ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 10% കറക്റ്റായി. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇൻഫോസിസ് 4% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. അസഞ്ചർ പോലുള്ള കമ്പനികൾ 2024 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് 2.5% നിന്നും 1.3% കുറച്ചത് ഇന്ത്യൻ IT കമ്പനികളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ റീസെൻ്റ്ലി 52 വീക്ക് ഹൈയിൽ നിന്നും ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് കറക്റ്റ് ആവുകയും ഏകദേശം ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് എത്തുകയും ചെയ്തു. ഇനി ഇൻഫോസിസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. കമ്പനി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം 6329 കോടി രൂപയുടെ ടാക്സ് റീഫണ്ട് ഇൻഫോസിസിന് ലഭിക്കാൻ പോവുകയാണ്. 2007, 8, 15, 16, 17, 18, 19 വർഷങ്ങളിലെ ടാക്സ് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കമ്പനിക്ക് 6329 കോടി രൂപയുടെ ഇൻകം ടാക്സ് റിട്ടേൺ ലഭിക്കുന്നത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. അതേസമയം 2022-23 അസസ്മെൻറ്റ് ഇയറിലെ 2763 കോടി രൂപയുടെ ടാക്സ് ലയബിലിറ്റി കമ്പനിക്ക് പേ ചെയ്യാനുമുണ്ട്. എന്നിരുന്നാലും ടാക്സ് റീഫണ്ട് ലയബിലിറ്റിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് സ്റ്റോക്കിനെ പോസിറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഏപ്രിൽ 18 പുറത്തുവരും. പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ഉയർന്ന റേറ്റിംഗും 17 മുതൽ 18% വരെ ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഇൻഫോസിസിൻ്റെ സ്ട്രോങ് എക്സിക്യൂഷൻ കേപ്പബിലിറ്റിയും കമ്പനി നൽകുന്ന ഇന്നൊവേറ്റീവ് സർവീസും ഈ കമ്പനിയുടെ പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണമാകുമെന്ന് പല ബ്രോക്കേജ് ഏജൻസികളും പ്രവചിക്കുന്നു. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, റെഗുലേറ്ററി ചേഞ്ചസ്, കറൻസി ഫ്ലക്ച്വേഷൻ കൂടാതെ ഗ്ലോബലി IT കമ്പനികൾ നേരിടുന്ന ലാക്ക് ഓഫ് ഡിമാൻഡ് എന്നിവ ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഇൻഫോസിസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന രണ്ടാമത്തെ ഒരു പ്രധാന അപ്ഡേറ്റാണ് ജർമ്മൻ മീഡിയ ഗ്രൂപ്പായ ഹാൻഡൽസ്ബ്ലാറ്റ് എന്ന ഗ്രൂപ്പുമായി ചേർന്ന് ഇൻഫോസിസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ച വാർത്ത. ഇവിടെ ഇൻഫോസിസും ഹാൻഡൽസ്ബ്ലാറ്റ് എന്ന കമ്പനിയും ചേർന്ന് ഒരു കൊളാബറേഷനിലെത്തിയിരിക്കുകയാണ്. ഇതുവഴി ഹാൻഡൽസ്ബ്ലാറ്റ് എന്ന മീഡിയ ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസ് ഇൻഫോസിസ് എന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഇൻഫോസിസ് പ്രധാനമായും ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ, ചാറ്റ് ഫംഗ്ഷനാലിറ്റി, ടെക്സ്റ്റ് ടു സ്പീച്ച്, ഓട്ടോമാറ്റിക് ഡാറ്റ അപ്ഡേറ്റ് തുടങ്ങിയ ടെക്നോളജി സർവീസുകളായിരിക്കും ഹാൻഡൽസ്ബ്ലാറ്റ് ഗ്രൂപ്പിന് പ്രൊവൈഡ് ചെയ്യുക. ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതേസമയം ഗ്ലോബലി IT കമ്പനികളെല്ലാം പ്രഷറിലാകുന്നതുകൊണ്ട് ഈ ന്യൂസ് ഇൻഫോസിസിൽ അത്ര വലിയ റാലിക്ക് പിന്നിലെ കാരണമായില്ല. ഇൻഫോസിസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മൂന്നാമത്തെ അപ്ഡേറ്റ് മോർഗൻ സ്റ്റാൻലി എന്ന ബ്രോക്കേജ് ഏജൻസി ഇൻഫോസിസിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. വരുന്ന ക്വാർട്ടർലി റിസൾട്ടിനെ കുറിച്ച് മോർഗൻ സ്റ്റാൻലി 3 സീനറിയോയാണ് വരുന്ന ക്വാർട്ടർലി റിസൾട്ടിലെ ഇൻഫോസിസിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കുന്നതിന് മോർഗൻ സ്റ്റാൻലി 3 സീനറിയോയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സീനറിയോ 60% പ്രോബബിലിറ്റിയുള്ള ഒരു സീനറിയോയാണ്. ഈ സീനറിയോയിൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് 3 മുതൽ 6% ഇയർ ഓൺ ഇയറിലേക്ക് ഉയർന്നേക്കും. എബിറ്റ മാർജിനും കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്തും 20 മുതൽ 22% ഇടയിലായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. 2024 കമ്പനിക്ക് ലഭിച്ച സ്ട്രോങ് ഡീൽസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫോടുകൂടി റിക്കവറിയും പ്രതീക്ഷിക്കാമെന്നാണ് മോർഗൻ സ്റ്റാൻലി അതിൻ്റെ ഫസ്റ്റ് സീനറിയോ വഴി പറയുന്നത്. ഇനി മോശം സീനറിയോ അല്ലെങ്കിൽ പെസിമിസ്റ്റിക് സീനറിയോയിൽ പറയുന്നത് ഇൻഫോസിസിൻ്റെ റവന്യൂ ഗ്രോത്ത് 2 മുതൽ 5% ഇടയിലേക്ക് ചുരുങ്ങിയേക്കും. ഇത് കമ്പനിയുടെ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിൽ വന്ന കൺസ്ട്രെയിൻസിൻ്റെയും അതുപോലെ തന്നെ ഡീലുകളിൽ നിന്നും കമ്പനിക്ക് റവന്യൂ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ്. ഇനി ഹൈ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സീനറിയോ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഹൈലി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സീനറിയോയിൽ ഇൻഫോസിസിൻ്റെ റവന്യൂ ഗ്രോത്ത് 4 മുതൽ 7% ഉയരാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഇവിടെ ഓരോ സീനറിയോയും കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിനെ ബാധിക്കാനുള്ള പോസിബിലിറ്റിയുമുണ്ട്. ഒന്നാമത്തെ അല്ലെങ്കിൽ 60% പ്രോബിലിറ്റിയുള്ള സീനറിയോ ഇംപ്ലിമെൻ്റ് ആവുകയാണെങ്കിൽ ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ 4% അപ്രീസിയേഷൻ പ്രതീക്ഷിക്കാം.
ഇനി ഏറ്റവും മോശം സീനറിയോയാണ് ഇംപ്ലിമെൻ്റ് ആകുന്നതെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൽ 3% ഇടിവും, അതേസമയം ഹൈലി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സീനറിയോയാണ് ഇംപ്ലിമെൻ്റ് ആകുന്നതെങ്കിൽ 11% റാലിയും സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. മോർഗൻ സ്റ്റാൻലി ഇൻഫോസിസിന് 1750 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 17% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് മോർഗൻ സ്റ്റാൻലി ഇൻഫോസിസിന് നൽകിയത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ഇൻഫോസിസ് നിരാശാജനകമായ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. 6586 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 6106 കോടിയിലേക്ക് ഇടിയുകയും റവന്യൂ മാർജിനലി 38,318 കോടിയിൽ നിന്നും 38,821 കോടിയിലേക്ക് ഉയർത്തുകയുമാണ് ഇൻഫോസിസ് ചെയ്തത്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം 1500 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. ഈ സപ്പോർട്ട് സോണിനടുത്ത് സ്റ്റോക്ക് ലഭ്യമാണ്. 1400 മുതൽ 1450 വരെയുള്ള സ്റ്റോക്ക് 1400 മുതൽ 1450 വരെയുള്ള സോണിലേക്ക് സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ അവിടെ ഉയർന്ന ബൈയിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ 3 ക്വാർട്ടർലി റിസൾട്ടിന് ശേഷമുള്ള സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം സ്റ്റോക്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങും സ്റ്റോക്ക് ഇടിഞ്ഞതുമായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3% ഇടിഞ്ഞിരുന്നു. അതേസമയം ഒരു വർഷം കൊണ്ട് 37% റിട്ടേൺ നൽകിയ ബാങ്കിങ് സെക്ടറിലെ ഒരു ഡീസൻറ്റ് സ്റ്റോക്കാണ്. 75 രൂപ 50 പൈസയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് ഒരു മാസം കൊണ്ട് 6.85% കറക്റ്റായി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റി 0.8% ഉയരുകയും പ്രൈവറ്റ് ബാങ്കിംഗ് ഇൻഡെക്സ് 0.5% ഉയരുകയും ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇൻഡസൻഡ് ബാങ്ക്, കോട്ടക് ബാങ്ക്, RBL ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ 1.5% കുതിക്കുകയും ചെയ്തപ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് 3% ഇടിയുകയാണ് ചെയ്തത്. IDFC ഫസ്റ്റ് ബാങ്ക് ഇടിയാനുള്ള പ്രധാന കാരണം ഈ കമ്പനിയിലെ ഒരു പ്രധാന ഇൻവെസ്റ്ററായ വാർബർഗ് പിൻഗസ് ഏകദേശം 2.3% സ്റ്റേക്കുകൾ വ്യാഴാഴ്ച ബ്ലോക്ക് ഡീൽ വഴി ഓഫ്ലോഡ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. 75 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സെല്ലിംഗ് ആണ് വാർബർഗ് പിൻഗസ് IDFC ഫസ്റ്റ് ബാങ്കിൽ നടത്തിയത്. ഏകദേശം 15.9 കോടി ഷെയറുകൾ വാർബർഗ് പിൻഗസ് ഓഫ്ലോഡ് ചെയ്തു. ഇതുവഴി വാർബർഗ് പിൻഗസിന് 1191 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടാൻ സാധിക്കുകയും ചെയ്തു. IDFC ഫസ്റ്റ് ബാങ്കിൽ വാർബർഗ് പിൻഗസിന് 2018-19 വർഷത്തിൽ ഏകദേശം 9%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. 2023 മാർച്ച് മാസമായപ്പോൾ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.12%-ലേക്ക് കുറച്ചു വന്നു. ഡിസംബർ മാസമായപ്പോൾ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.25%-ലേക്ക് കുറഞ്ഞു. ഇവിടെ മാർച്ച് ക്വാർട്ടറിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡിംഗ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വാർബർഗ് പിൻഗസ് അതിൻ്റെ സ്റ്റേക്കുകൾ പൂർണ്ണമായും വിറ്റൊഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഈ കമ്പനിയിൽ ആദ്യം പൊസിഷൻ എടുത്ത പല ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സും ഗ്രാജ്വലി അവരുടെ പ്രോഫിറ്റ് നേടിക്കൊണ്ട് എക്സിറ്റ് ആവുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അതിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണിലേക്ക് എത്തുകയും ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡ, ക്യാപിറ്റൽ മാർക്കറ്റ് പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത് IDFC ഫസ്റ്റ് ബാങ്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട്. ബാങ്കിൻ്റെ സ്ട്രോങ് ഡെപ്പോസിറ്റ് ഗ്രോത്തും അതുപോലെ തന്നെ ഹെൽത്തി ക്യാഷ റേഷ്യോയും കമ്പനിയെ നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഫാക്ടറുകളാണ്. അതുപോലെ തന്നെ ഉയർന്ന SME റീറ്റെയിൽ ലോൺ ഗ്രോത്ത് പോർട്ട്ഫോളിയോയും ബാങ്കിൻ്റെ ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. അതേസമയം IDFC ഫസ്റ്റ് ബാങ്ക് എന്ന കമ്പനി ഓപ്പറേഷണൽ എഫിഷ്യൻസിയിൽ ഇപ്പോഴും ലാഗിംഗ് ആണ്. ഇത് കമ്പനിയുടെ റിട്ടേൺ ഓൺ അസറ്റിലും ROEയിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ROA 1.4%, ROE 14%. എന്നിരുന്നാലും കൺസിഡറബിളും അതുപോലെ തന്നെ സസ്റ്റൈനബിളായ ഗ്രോത്തിൻ്റെയും സ്റ്റേബിൾ അസറ്റ് ക്വാളിറ്റിയുടെയും പശ്ചാത്തലത്തിൽ IDFC ഫസ്റ്റ് ബാങ്കിനെയും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിന് 68-70 തുടങ്ങിയ റേഞ്ചുകൾക്കുള്ളിൽ സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ റേഞ്ചിലേക്ക് സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് IDFC ഫസ്റ്റ് ബാങ്ക് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്